ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. എവിടെയാ സ്ഥലം എന്നൊക്കെ ഉള്ളത് പോണ വഴിക്ക് പറഞ്ഞു തരാം. അമ്മയുണ്ട്, പാർത്തനുണ്ട്, ഞാനുണ്ട്. വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് പറയാം. അത് അമ്മയുടെ ബാഗിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ലഗേജൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. 9 മണിക്ക് എയർപോർട്ട് എത്തണം. അച്ചുവാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അച്ഛൻ ജസ്റ്റ് കൂടെ വന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനും അമ്മയും പാർത്തനും കൂടിയാണ് ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ദേ ഞങ്ങളിപ്പോൾ എയർപോർട്ട് എത്തി. ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മയുടെ ഓഫീസിൽ നിന്നാണ്, പെൻഷനേഴ്സ് ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ആണുള്ളത്. അപ്പോൾ ജമീൽ ആൻറ്റി ഉണ്ട്, ജമീൽ ആൻറ്റിയും ഫാമിലി ഉണ്ട്. അച്യുതേ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോവുകയാണ്. അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മോളും പാച്ചയും ഉണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എവിടേക്കാണ് ആക്ച്വലി ഞങ്ങൾ പോകുന്നതെന്നല്ലേ. ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് മലേഷ്യ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് സിംഗപ്പൂർ. മലേഷ്യയിൽ ഞങ്ങൾ 4 days ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബൈ റോഡ് സിംഗപ്പൂർ പോകും. ഇപ്പോൾ ദേ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ കൂടെ 40 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ചെക്കിൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ എമിഗ്രേഷൻ്റെ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ചെക്കിനും കഴിഞ്ഞു, ഇമിഗ്രേഷനും കഴിഞ്ഞിട്ട് ഞങ്ങളത് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 12:25 നമ്മുടെ ഫ്ലൈറ്റ്. അമ്മയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അമ്മയും എക്സൈറ്റഡ് ആണ്, പാർത്തനും എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്, ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. പാച്ചി, മോളു, എനിക്ക് തോന്നുന്നു മോളും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറണേന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. യെസ്, ഫൈനലി വന്നു മക്കളെ, ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. ഫൈനലി നമ്മളിത് ബോർഡിങ് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഓൺ അവർ വേ ടു ദ എയർക്രാഫ്റ്റ്. ശരിക്കും എനിക്കും പാർത്തനും വേറെ വേറെ സീറ്റായിരുന്നു. പക്ഷെ പാർത്തൻ്റെ അടുത്തുള്ള സീറ്റിലുള്ള അങ്കിള് എനിക്ക് വേണ്ടി മാറി തന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തടുത്ത സീറ്റിൽ വന്നു. Finally, all set to take off. പാർത്തന് വേണ്ടിയാണ് നെക്ക് പില്ലോ ഒക്കെ മേടിച്ചത്. പക്ഷെ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ മടിയിൽ കിടന്നുറങ്ങി. ഞാനും കുറച്ചൊന്നുറങ്ങി. ലാൻഡിങ് ടൈം ആയപ്പോൾ പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ചെയ്തിട്ടാണ് ഞാനും പാർത്തനും എണീറ്റത്. പക്ഷെ അപ്പം കണ്ട കാഴ്ച ഉണ്ടല്ലോ മക്കളെ, അടിപൊളി വ്യൂ ആയിരുന്നു, ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. ദേ ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ നമ്മളിതേ മലേഷ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ദേ കിടക്കുന്നു നമ്മൾ വന്ന എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഡോക്യുമെൻറ്റ്സും വിസ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇമിഗ്രേഷൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. വെൽക്കം ടു മലേഷ്യ. ആക്ച്വലി നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പം നമ്മൾ റൂമിലേക്ക് പോകുന്നില്ല. നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 3:30 വൈകിട്ട്. അപ്പം അതുവരെ നമ്മൾ കാഴ്ചകളൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഫ്രഷ് ആവേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ തന്നെ വാഷ്റൂമിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്യാനും മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പാർത്തനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, വേദ. ദേ അപ്പോൾ നമ്മൾ ഫ്രഷായി മുഖമൊക്കെ കഴുകി ബ്രഷ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ടൂർ മാനേജർ പൂജയുണ്ട്. പൂജയെ കൂടാതെ ഒരു ലോക്കൽ ഗൈഡ് കൂടെ ഉണ്ട്. അപ്പം മലേഷ്യയിലെ നമ്മുടെ ലോക്കൽ ഗൈഡ് എന്ന് പറയുന്നത് മറിയയാണ്. മറിയയുടെ കൂടെ ഞങ്ങളിത് ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ബസ് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലഗേജ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറ്റുകയാണ്.
എല്ലാവരും ബസ്സിൽ കയറി സീറ്റിലൊക്കെ ഇരുന്നൊന്ന് സെറ്റിലായി. ഞാനും മോളും എപ്പോഴും ബാക്ക് സീറ്റിലാണ് കേട്ടോ. Because the common toilet is now under renovation, so it is a payable toilet, 1 ringgit. മറിയ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് സൈബോജിയ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതൊരു ടെക് ഹബ്ബാണ്. നമ്മളിപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി. നമ്മളിവിടെ സൈബോജിയയിൽ ജയ്പൂർ മഹൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്ഷീണമുണ്ട്. അത് മാത്രമല്ല ഞാൻ ചായയുടെ ആളാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഇന്ന സമയം ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈക്ലഭ്യ ചുഞ്ചുടുതമൊക്കെ ഉണ്ട്. ജമീലാൻറ്റിക്കും അമ്മയ്ക്കും ആ ഒരു ചായ കിട്ടാത്തതിൻ്റെ വൈക്ലഭ്യമുണ്ട്. ഞങ്ങൾ മലേഷ്യയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചായ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് കിടന്നേ. ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ബുഫേ ആയിരുന്നു. പുരുഷു എന്നോട് ക്ഷമിക്കണം, ഫുഡ് കണ്ടപ്പോൾ ഞാൻ വ്ളോഗിങ് ഒക്കെ മറന്നുപോയി കേട്ടോ. വിശന്ന് പണ്ടടങ്ങി ഇരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ഫുഡ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിത് ഇറങ്ങി തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ആക്ച്വലി എല്ലാവരും ടയേർഡാണ്, എല്ലാവർക്കും ഉറക്കക്ഷീണമുണ്ട്. പക്ഷെ മറിയ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞാൻ ഉറക്കം തൂങ്ങുന്നുണ്ട്, കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. മറിയ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കണ്ണടഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ഫെഡറൽ ക്യാപിറ്റലാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസൊക്കെ അവിടെയാണുള്ളത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് അവിടെയാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാഡാ.